മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ അലങ്കോലങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നത്. ജനറൽ ബോഡി യോഗത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. സംഘടനയുടെ ഇപ്പോഴത്തെ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം. നേരത്തെ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ എത്തുമെന്നായിരുന്നു സൂചന. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ ഇനി ഇല്ല എന്നാണ് മോഹൻലാൽ യോഗത്തിൽ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരണമെന്ന് അംഗങ്ങൾ ഒറ്റസ്വരത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. യോഗത്തിൽ സംസാരിച്ച 20ഓളം താരങ്ങൾ മോഹൻലാൽ തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വാദിച്ചിരുന്നു. എന്നാൽ തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ജനറൽ ബോഡി യോഗം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്തത്. മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആകണമെന്ന് ആവശ്യപ്പെട്ട് അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. ചില താരങ്ങൾ വൈകാരികമായി പ്രതികരിച്ചു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. നടൻ സുരേഷ് ഗോപി, അതുപോലെ ബൈജു സന്തോഷ് എന്നിവരടക്കമുള്ള പ്രമുഖ താരങ്ങൾ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരണമെന്നും ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: മോഹൻലാലിനെ പോലെ ഒരു ഗജവീരനാണ് സംഘടനയെ നയിക്കേണ്ടത് എന്നാണ് തന്റെ നിലപാട് എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ പൊക്കുക എന്നാണ് ബൈജു സന്തോഷ് ആവശ്യപ്പെട്ടത്. യോഗത്തിലുണ്ടായിരുന്ന എല്ലാ അംഗങ്ങളും കൈ ഉയർത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തു. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമായി 2017 അന്നത്തെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ഹേമ കമ്മിറ്റി. ഈ കമ്മിറ്റി സിനിമയിലെ തൊഴിലാളികളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ആക്രമണങ്ങൾ, അതുപോലെ വേതനത്തിലെ വിവേചനം, തൊഴിൽ സുരക്ഷയില്ലായ്മ തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു വിശകലന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സംഘടനയായ WCC ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. ഇതിനിടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ്, അതുപോലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജ് എന്നിവർക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങളും മറ്റു ആരോപണങ്ങളും ഉയർന്നു വന്നു. ഈ ആരോപണങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് എതിരെയാണ് സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമ്മ നേതൃത്വം വലിയ പ്രതിസന്ധിയിലുമാണ്. ഈ ഘട്ടത്തിലാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തത്. നിലവിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടമായി രാജിവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സംഘടനയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതിനായി ഒരു ഹെഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നു. നിലവിൽ ഈ ഹെഡ്ഹോക് കമ്മിറ്റിയാണ് സംഘടനയെ നയിക്കുന്നത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അടുത്ത 3 മാസം കൂടി അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനം തുടരും. അതിനുശേഷം സംഘടന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവതാരങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളോ കടന്നു വരട്ടെ എന്നാണ് മോഹൻലാലിന്റെ നിലപാട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ കണ്ടെത്തുന്നത് കൂടുതൽ സുതാര്യവും നല്ലതുമായിരിക്കുമെന്നാണ് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത്. അതേസമയം മോഹൻലാലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഇപ്പോഴും കടുത്ത സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് എന്നും മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കാം എന്നാണ് മോഹൻലാൽ അവസാനം പറഞ്ഞത്. ഇതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഭാവിയിൽ മാറ്റം വന്നേക്കാം എന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നടന്മാരായ മമ്മൂട്ടി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നിവിൻ പോളി എന്നിവർ പങ്കെടുത്തിരുന്നില്ല. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം, അതുപോലെ താരങ്ങളുടെ ഉയർന്ന ശമ്പളം എന്നിവയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന നൽകിയ കത്ത്, മുതിർന്ന താരങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ അമ്മ യോഗത്തിൽ ചർച്ചയായിട്ടില്ല. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് ശേഷമായിരിക്കും ഈ വിഷയങ്ങളിൽ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാവുക. അമ്മയുടെ അടുത്ത തിരഞ്ഞെടുപ്പും പുതിയ നേതൃത്വവും മലയാള സിനിമയ്ക്ക് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ തന്നെ തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഹേമ കമ്മിറ്റി മലയാള സിനിമയിലെ തൊഴിലാളികളിലെ ലിംഗപരമായ വിവേചനം, അതുപോലെ ലൈംഗികാക്രമണങ്ങൾ, മറ്റു ചൂഷണങ്ങൾ എന്നിവയെക്കുറിച്ച് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ ഉള്ളടക്കം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഈ നിശബ്ദത സിനിമാ രംഗത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി WCC ഉൾപ്പെടെയുള്ളവരുടെ
ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തുവിടാത്തത് കുറ്റവാളികളെ സംരക്ഷിക്കാനും പ്രശ്നങ്ങളെ മൂടിവെക്കാനുമാണെന്നാണ് വിദഗ്ധർ വാദിക്കുന്നത്. അതേസമയം റിപ്പോർട്ടിലെ വിവരങ്ങൾ വ്യക്തതയോടെയും സ്വകാര്യതയെയും ബാധിക്കുമെന്നും അതിനാൽ തന്നെ പൂർണ്ണമായി പുറത്തുവിടാൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ നിലപാട്. ഈ വിഷയത്തിൽ വ്യക്തത വരാതെ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ സാധിക്കില്ല. നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയില്ലെന്നും ആവശ്യം ഉയരുകയാണ്.